ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ കഥ പോലെയൊക്കെ മാറുകയും ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്നു. അതേപോലെ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം മതം, രാഷ്ട്രീയം, സിനിമ എല്ലാം കൂടെ ചേർന്നൊരു കോക്ടെയിൽ ഒരവസ്ഥയാണ് നമുക്ക് കേരളത്തിലുള്ളത്. നമ്മുടെ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയറിയാം, ഇപ്പോൾ എമ്പുരാൻ സിനിമ അത് ആദ്യം കണ്ടിറങ്ങിയ എൻ്റെ ഒരു വളരെ സിനിമ ആസ്വാദകനായ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. പകുതി വരെ വളരെ ബുദ്ധിമുട്ടാണ്, അതിനുശേഷം വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ, ശരാശരി സിനിമയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ സിനിമ എന്നൊരു സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു ബോക്സ് ഓഫീസിൽ. അതൊരു വിവാദത്തിൻ്റെ പേരിലാണ്. അത് ഈ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ RSSും അല്ലെങ്കിൽ BJP പ്രവർത്തകരൊക്കെ ചെയ്തു കൊടുത്തൊരു സഹായത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഇത്രയും വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റാക്കിയ സിനിമ മാറിയത്. പക്ഷേ ഇപ്പോൾ അടുത്ത ഒരു രണ്ടാം ഘട്ട നാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സഹനിർമ്മാതാവ് ഗോകുലം ഗോപാലിൻ്റെ വീട്ടിൽ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടന്നു. അദ്ദേഹത്തിൻ്റെ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഫെമ നിയമം തെറ്റിച്ചു എന്ന് പറയുന്നു. പിന്നീട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പൃഥ്വിരാജിനും ഇപ്പോൾ നോട്ടീസ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന സാധനം ഇത് എന്തോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വല്ലാത്ത പേടിയല്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണെങ്കിലും സർക്കാരുകളെയാണെങ്കിലും ഇത് ഒരു പേടിയുടെ ഒരു സൂചനയല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ഭയക്കുന്നു? അല്ല, ഇന്ത്യയിൽ ഒരു സിനിമ നിർമ്മിച്ച് ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഭയപ്പെടണമോ? സിനിമ ആർട്ടിസ്റ്റുകൾക്കുള്ളിൽ ഇന്നിങ്ങനൊരു ചോദ്യം വേണമെങ്കിൽ വരാം. അതെ, കേവലം മലയാള പ്രാദേശിക ഭാഷയിലെടുത്ത ഒരു സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ഇത്രയും വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് എന്താണ്? അതിൻ്റെ കണ്ടൻറ്റിൽ ഇത്ര വലിയ അപകടകരമായ ദേശവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ എന്ന് വിമർശിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ധാരാളം പേരാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഈ പൃഥ്വിരാജിന് നോട്ടീസ് കിട്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവർ ഈ സിനിമയുമായി ബന്ധപ്പെട്ടല്ല. അദ്ദേഹം 2022 അഭിനയിച്ച പിന്നെ ഗോൾഡ്, പിന്നെ അതുപോലെ കടുവ, ജനഗണമന, ഈ 3 സിനിമയിൽ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പ്രതിഫല കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല. അത് പ്രതിഫലം കിട്ടിയെങ്കിൽ അതിന് ആനുപാതികമായ ആദായ നികുതി അടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപ്പറ്റിയുള്ള ഒരു കൊറിയാണിത്. അത് ഈ ഏപ്രിൽ ലാസ്റ്റ് വീക്കിന് ഉള്ളിൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഏകദേശം 1 മാസത്തോളം ടൈം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണം. അതാണ്. അപ്പോൾ ഇത് എമ്പുരാൻ വിവാദവുമായി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിൽ ഇത് വന്നതുകൊണ്ടാണ്. ഇത് ഇത്ര 2-3 വർഷത്തോളമായ ഒരു കേസ് യാദൃച്ഛികത എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലെ റെയ്ഡും ഓഫീസിലെ റെയ്ഡും ഒക്കെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ വിവരവും പുറത്തു വരികയാണ്. പക്ഷേ നോട്ടീസ് അയച്ച് മാർച്ച് 29 എന്ന് നോട്ടീസിലെ ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും നമ്മുടെ അഭിനേതാക്കൾക്ക് 27-നാണല്ലോ പടം വരുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ അദ്ദേഹത്തിന് ഈ നോട്ടീസ് പോയിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് പിന്നെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നു, ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ആവിഷ്കാരത്തിന് ഇത്രയും കൂച്ചുവിലങ്ങ് നേരിടേണ്ടി വന്നിട്ടില്ല. ഇത് പിന്നെ കലാവിരുദ്ധമാണ്, ഇത് സപ്രഷൻ ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് അപലപനീയമാണെന്ന് KC വേണുഗോപാൽ, പിന്നെ യുവാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവരൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ സത്യത്തിൽ ഈ കോൺഗ്രസ് ഭരണകൂടം കാലങ്ങളിൽ കലാപ്രവർത്തനങ്ങളോട് കാണിച്ചിട്ടുള്ള അസഹിഷ്ണുത ഇന്ന് രാജ്യത്തില്ല. ഈ തൽക്കാലം ഇതുപോലെ ഒരു കാര്യത്തിന് ഒരു വിവാദം മാധ്യമങ്ങളിലൂടെ വരുന്നെങ്കിലും മാധ്യമങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ശരിക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിഗനിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ന് തിയേറ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഖിസാ കുർസിക്കായാലും മറക്കാനിടയില്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ യോഗ ഗുരുവായ ധീരേന്ദ്ര ബ്രഹ്മചാരി, നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ MO മത്തായിയുടെയും പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ തോഴി സുൽത്താന, ഇവരുടെ കഥ പറയുന്നതാണ്
കിസ്സാ കുർസിക്ക. തീർച്ചയായിട്ടും. ഈ കിസ്സാ കുർസിക്ക കാണിക്കാൻ ഡൽഹിയിലെ തിയേറ്ററിൽ പിന്നെ അനുവാദം കൊടുത്തിട്ടില്ല. അതെ. അതിന് തിയേറ്റർ ആക്രമിച്ചു. സിനിമ കാണാൻ പോയവരെ പോലും തല്ലി. അതെ. അങ്ങനൊരു ചരിത്രം ഉള്ള കോൺഗ്രസിൻ്റെ പ്രിന്റിന്റെ അവസ്ഥ പോലും. അതെ അതെ. അപ്പോൾ അത് ഏത് തരത്തിലാണ് ആ കിസ്സാ കുർസിക്ക എന്ന പേര് പോലും അന്നത്തെ നിലയിൽ അതൊരു ധീരതയാണ് അങ്ങനൊരു പേരിടുന്നത്. അപ്പോൾ അത് അടിയന്തരാവസ്ഥയാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ നമ്മൾ പിന്നീട് എത്രയോ കാലം ഇന്ദിരാഗാന്ധിയെ സ്തുതിച്ച് പാടാൻ വിസമ്മതിച്ച കിഷോർ കുമാറിൻ്റെ പാട്ടുകളൊന്നും ആകാശവാണി കുറേ കാലത്തേക്ക് സംപ്രേഷണം ചെയ്തില്ല അല്ലേ? അങ്ങനെ ഒരു പിന്നെ ശത്രുഘ്നൻ സിൻഹയുടെ സിനിമയ്ക്ക് വിലക്കുണ്ടാക്കി. അത് കോൺഗ്രസ്സാണ്. നമ്മുടെ കേരളത്തിൽ വി സാംബശിവൻ എന്ന ഒരാൾ ഒരു കോൺഗ്രസ്സുകാരൻ എഴുതിയത് 20-ാം നൂറ്റാണ്ടെന്ന ബംഗാളി നോവൽ കഥാപ്രസംഗമായിട്ട് ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 9 മാസം പൂജപ്പുര ജയിലിലിട്ട് അല്ലേ? അത് ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ കീറണം പറയുമ്പോൾ മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, അതിനുശേഷം പിന്നെ സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് നിരോധിക്കുന്നത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നിരോധിച്ചത്. പിന്നെ ഇവിടെ കേരളത്തിൽ ഈ പിണറായി ഗവൺമെൻറ് കാലത്തല്ലേ 51 TP 51 വെട്ടെന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ പാർട്ടി സെക്രട്ടറി നേരിട്ട് തിയേറ്റർ ഉടമകളെ വിളിച്ച് വിരട്ടിയത്. അല്ല, അവർക്കൊന്നും ഈ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല. ഉദാഹരണത്തിന് EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പിന്നെ താഴെ മിഡിൽ ക്ലാസ്സിലെ കവിത, ഒരു കുട്ടിക്കവിത, അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിത എടുത്തിട്ട് പിന്നെ ഒരു കുട്ടിക്കവിതയിലൊരു വരിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ നിറം പോൽ എന്നുള്ളൊരു വരി, അത് ഉണ്ണിക്കണ്ണൻ എന്നുള്ള പ്രയോഗം അത് പിന്നെ ഇവിടുത്തെ മതേതരത്വത്തിനും നമ്മളുടെ ആ ഒരു മതേതര സങ്കല്പത്തിനെ ഹനിക്കും. അത് മറ്റു മതക്കാർക്ക് അത് ബുദ്ധിമുട്ടായി മാറും, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാവും, തെറ്റായ സന്ദേശമാണ് പാഠപുസ്തകങ്ങളുടെ പകരുക എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടവരുണ്ടോ എന്നുള്ള കവിതയാണ് അക്കിത്തത്തിൻ്റെ. എന്നിട്ട് ആ അക്കിത്തത്തിൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ നിറം പോലെ എന്നുള്ളതിന് പകരം ഞാവൽ പഴത്തിൻ്റെ നിറം പോലെ എഴുതി മാറ്റി അക്കിത്തത്തിൻ്റെ കവിതയുടെ വരി അത് മാറ്റുകയുണ്ടായി. അത് അക്കിത്തത്തിനോട് ചോദിക്കാതെയാണ് മാറ്റിയത്. എന്നിട്ട് ഈ പാഠപുസ്തകം അടിച്ചിറങ്ങി വന്നപ്പോൾ ഇത് വലിയ അത്യാവശ്യം അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് അക്കിത്തത്തിനോട് ഇത് ചോദിച്ചു. അക്കിത്തത്തിൻ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, എൻ്റെ കവിത അവിടെ കിടപ്പമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വസ്തുത നമ്മുടെ ചരിത്രത്തിൽ പോലും ഓർക്കാതെ പോയൊരു സംഗതിയാണ്. ഒന്നാലോചിച്ചാൽ ഒരു കവിയുടെ ഒരു വരി എടുത്തു മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്ത് വേറൊരു വരി പ്രതിഷ്ഠിച്ച് ഒരു പാഠപുസ്തകത്തിൽ അടിക്കാനുള്ളൊരു ധൈര്യം കാട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഇതിനെയൊക്കെ വിമർശിക്കുന്നുള്ളതാണ്. അല്ല, നമ്മുടെ നാട്ടിൽ ഇവിടെ CPM നയനാരുടെ ഭരണകാലത്തല്ലേ 6-ാം തിരുമുറുമൊരു നാട്, അതിന് എതിരെ എന്തെല്ലാം ബഹളം നടന്ന സ്ഥലമാണിത്. അത് കസാൻ സാക്കീസിൻ്റെ ഒരു നോവലിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ അതിൻ്റെ വിദൂര അനുകരണം എന്ന നിലയിൽ ഉണ്ടാക്കിയ ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗം എടുത്ത് ചെയ്ത ഒരു നാടകമായിരുന്നു, ആൻ്റണിയുടെ നാടകം. അപ്പോൾ അന്ന് അതിനെതിരെ സഭ, തൃശ്ശൂർ ബിഷപ്പൊക്കെ രംഗത്ത് വരികയും പിന്നെ അത് കേരളം മുഴുവൻ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അത് മതനിന്ദയായിട്ട് ചിത്രീകരിക്കും. പക്ഷെ അതേ സമയത്ത് ഈ സിനിമയിൽ വസ്തുത മറച്ചു വെച്ച് കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനെതിരായി വന്ന വിമർശനം. അത് വിമർശനം മാത്രം വന്നതേ ഉള്ളൂ. ആരും തിയേറ്ററിൽ തടഞ്ഞില്ല, ഒരു പ്രകടനം പോലും കേരളത്തിലെങ്ങും ഉണ്ടായില്ല. പക്ഷേ സ്വമേധയാ സിനിമയുടെ ഉപജ്ഞാതാക്കൾ അതിന് കട്ടയേർപ്പെടുത്തി. പക്ഷെ അത് കട്ടയേർപ്പെടുത്തുന്നതിന് കാരണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പം ഈ ഗോകുലം ഗോപാലിൻ്റെ അവിടെ റെയ്ഡ് നടക്കുന്നതിൻ്റെയും പൃഥ്വിരാജ് നോട്ടീസ് കിട്ടിയതിൻ്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അവർ സ്വമേധയ ആണെങ്കിലും ആ സ്വമേധയ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു എന്നുള്ളതും കൂടെ അതിനകത്ത് അല്ലേ? അതെ 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 അതെ. അതും അല്ല, അതിപ്പം അത് ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യം വേറൊരു വഴി കൂടെ പോകുന്നതാണ്. സിനിമയുടെ നിർമ്മാണം ഗോകുലം ഗോപാലിൻ്റെ ഇത് പറയുകയാണെങ്കിൽ 2022-20 തൊട്ടേ അന്വേഷണം നടക്കുന്നതാണ്. അതെ 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 അതെ. അത് വേറൊരു പ്രക്രിയയുടെ തുടർച്ചയാണ്. അതിപ്പോൾ വീണ്ടും ഒന്ന് അനക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ
ഇതിനെ ട്രിഗർ ചെയ്തത് ഈ സംഭവമായിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കും. ആയിരിക്കും. ഇതിനകത്ത് മറ്റൊരു വലിയൊരു വിഷയം കിടക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിമർശനത്തെ മുൻപിൽ കാണുന്നെടുത്ത സിനിമയൊന്നുമല്ല. അതെ, ഇതൊരു സിനിമ എന്ന ലാംഗ്വേജിനെ അല്ലെങ്കിൽ സിനിമ എന്ന ഒരു മാധ്യമത്തിനെ അതിൻ്റെ സാധ്യതകളിലേക്ക് ഉയർത്താനും ചെയ്ത സാധനമല്ല. ഇത് പൃഥ്വിരാജ് ഹോളിവുഡിന് സമാനമാക്കി വെക്കാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടാക്കി വെക്കണം എന്ന ലക്ഷ്യത്തിലെടുത്ത് വെച്ചതാണ്. അതിൻ്റെ ആ ഒരു സിനിമ ആ ഒരു ഉദ്ദേശ കണക്ക് പുറത്തേക്ക് വന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഈ ഒരു ഭാഗത്തിന് ഭയങ്കരമായിട്ടെടുത്ത ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രം. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഈ ഒരു വിഭാഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ BJPയും RSSും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഗോത്ര കലാപത്തിൽ ഈ തീവണ്ടിയിൽ വന്ന കർഷകർ പിന്നെ തീവച്ച് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഫാക്റ്റ് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റി, ജനങ്ങളിലെത്തിച്ചു. അതെ, ജനങ്ങൾ ഒരുപക്ഷെ മറന്നു കിടന്ന ആ വസ്തുത യഥാർത്ഥ രൂപത്തിൽ ജനങ്ങൾ വീണ്ടും ഒന്ന് കാണാനിടയായി. അതെ, അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വശം പ്രചരണ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രചരണ രംഗത്ത് RSSനും BJPയും കൂടെ ഉണ്ടായി. സാമ്പത്തികമായിട്ട് ഈ സിനിമയുടെ ആൾക്കാർക്ക് ഗുണമുണ്ടായി. ഒരു ശരാശരിക്ക് താഴെയുള്ള സംവിധാനവും മറ്റു കാര്യങ്ങളായിട്ടും സംവിധായകനും വലിയ സംവിധായകനുമായി. അത് സുരേഷ് ഗോപി പറഞ്ഞു, ഇത് പ്യുവർ മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ അജയ് ഘോഷ് ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ വായിച്ചു. ഇത് പിന്നെ പൃഥ്വിരാജിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും അതിൻ്റെ ഒരു വിജയമാണ് അദ്ദേഹം ഈ കാണിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. അതാദ്യം ആണ് അത് ഞാൻ ആദ്യം എഴുതിയ സാധനം. അതെ അതെ, കാര്യം നമുക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവുന്ന സാധനമാണ്. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആരും അങ്ങനെ അവകാശം പറയണ്ട. ഇന്ത്യയിൽ മാറി മാറി ഭരിച്ച കോൺഗ്രസ് ഭരണകൂടങ്ങളും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്തും ഇതിനെ എല്ലാം എതിരായിട്ട് ഒട്ടും അഭിലഷണീയമല്ലാത്ത നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.